ചന്ദ്ര ചതിച്ചു. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റുമോ? നാടകം നടത്തിയ തന്നെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. അല്ല എന്റെ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിലെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണി മുടക്കി ഞങ്ങൾ എന്ത് ചെയ്യാന്? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ച് കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ സമാധാനമായിട്ട് ഉണ്ടാക്കി. നീ കച്ചിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് മോന്തിട്ട് വരാം. മോന്തുന്ന നീന്തുന്നോ കൊള്ളാം. വല്ലവന്റെ മേക്കിട്ട് കയറി ഉന്തും തള്ളും ഉണ്ടാക്കിയ ഇടയ്ക്കേറെ എന്നെ കിട്ടില്ല. മറ്റേ പരിപാടി ഉണ്ടല്ലോ, തല്ലുകൊള്ളുന്ന, അത് നിർത്തി. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ വേഗം പോയിട്ട് വാ. സന്ധിക്ക് മുമ്പേ പുറപ്പെട്ടാ മറ്റന്നാ വെളുപ്പിനെ അങ്ങെത്താം. എന്താ വടി? പട്ടി ശല്യം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറെ ഓടിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കിട്ടുവനെ. ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളഞ്ഞ പോത്തിന്റെയും പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിന് കിട്ടൂല. നീ ടാസ്ക് അമ്മാവാ, ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ നേടി. ഈ തട്ടിപ്പൊന്നും ചാക്കുട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക് അതെ, നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് ചേട്ടാ, ഇതാ കുട്ടി. എന്തുവാ പേര്? കാർത്തുമ്പി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. ബസൂരിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നത്. അമ്മാവനെവിടെ? ഇപ്പൊ വരും. പുള്ളിക്കാരനെ സമ്മതിച്ചു. കൊച്ചേ, ആ വണ്ടിയിലോട്ട് കയറി. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോയ്ക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. പട്ടി പെണ്ണുങ്ങളോടാണ് അസഭ്യം പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ച ചവിട്ടേന്റെ. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാരാ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നവരെ എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്ന്? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറിക്കോളാം. ഇവരെന്താ കാശ് ചെയ്യുന്നേ? നിങ്ങളുടെ കാശ് പെട്ടിയും വെട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട് വിട്ടേനെ. തമ്പറാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ.
നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാ ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചതിനുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കുട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. കൂട്ടത്തിൽ 2 കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം? നീ അതൊക്കെ സമ്മതിക്കും. കള്ള് മോന്താൻ കയറിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടി